Asylum Banking. അപ്പോൾ നമ്മൾ ഈ ഇടയായിട്ട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. ടോപ്പിക്കുകൾ ഓരോന്നെടുത്ത് അതിന്റെ സീക്രട്ട് ട്രിക്സ് ആൻഡ് ടിപ്സ് പറയുന്ന ഒരു സെഷൻ. ആൻഡ് എസ്പെഷ്യലി നമ്മൾ വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കും, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചാണ് നോക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RC ആണ്. യെസ്, വി ആർ ഗോണ മാസ്റ്റർ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോർ ബാങ്ക് എക്സാം. ഓക്കെ, ഒരു എഫക്റ്റീവ് RC ക്രാക്കിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ആയിട്ട്. അപ്പൊ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബാച്ച് ശരിക്കും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്, കാരണം ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്ര വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ ചോദിച്ചു ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങാമോ. അങ്ങനെ ഞങ്ങൾ ഈ വരുന്ന ജൂൺ 18 മുതൽ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ വെസ്റ്റ് ഹിൽ, നമ്മുടെ ഓൾറെഡി റെഗുലർ ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഹിൽ സൈലം ക്യാമ്പസിൽ തന്നെ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം. 20,000 രൂപയാണ് നിങ്ങൾക്ക് കോഴ്സ് ഫീ വരുന്നത്. കാരണം ഞാൻ പറയാം, 420+ അവേഴ്സ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓഫ്ലൈനിൽ, പ്ലസ് 300+ അവേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സാധനത്തിന്റെ പ്രാക്ടീസ് സെഷൻസ് നല്ല ഇന്റൻസീവ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം വീക്ക്ലി 5 days ക്ലാസ്സും ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സും. അതെ, ബേസ് നിങ്ങൾക്ക് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാനായിട്ട് ഓൺലൈൻ ക്ലാസ്സസിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വിച്ച് മീൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. ഒരു ഓൺലൈൻ ഓഫ്ലൈൻ മിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അല്ലെങ്കിൽ ഇതിന് താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി അതിനൊപ്പം തന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി വർക്ക്ഷോപ്പ് ഈ വരുന്ന ജൂൺ 9 നമ്മുടെ പാലക്കാട് സൈലം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കൊല്ലത്തും ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് 2 ദിവസമൊക്കെയാണ് കൊല്ലത്ത് നടത്തിയത്. അടുത്ത് നമ്മൾ പാലക്കാടേക്ക് വരികയാണ്. ഇനി അതിനുശേഷം അടുത്ത് എവിടെയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് അറിയുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും ഈ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ച് കൂടുതൽ അറിയാനും മാത്രമല്ല ഡൗട്ട്സ് ഒക്കെ ഡയറക്റ്റ് ഫാക്കൽറ്റിയുമായിട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ്. ഫ്രഷേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരണം. നിങ്ങൾ എന്താണ് ബാങ്ക് എക്സാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. So, why RC is important? എന്തുകൊണ്ടാണ് RC important? 8 to 15 മാർക്സ് എക്സാം, 8 മുതൽ 15 മാർക്ക് വരെ നമുക്ക് RC എന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ടെസ്റ്റ് കോംപ്രിഹെൻഷൻ, ലോജിക് ആൻഡ് വൊക്കാബുലറി. നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ കോംപ്രിഹെൻഷൻ, നമ്മുടെ ലോജിക് എല്ലാം ഈ RC ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നീഡ് സ്ട്രാറ്റജി മോർ ദാൻ സ്പീഡ്. സ്പീഡിനേക്കാളും കൂടുതൽ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. ശരിക്കും വ്യക്തമായി എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും RC ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ, മെത്തേഡ് 1, ഡോണ്ട് റീഡ് ദ പാസേജ് ഫസ്റ്റ്. ഒരിക്കലും പാസേജ് ആദ്യം വായിക്കരുത്. ഇത് ഞാനൊരു 100ാമത്തെ വട്ടമാണ് യൂട്യൂബിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും പറയുന്നത്. എന്നിട്ടും അത് ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് ഇതൊരു സ്ട്രാറ്റജിയാണ്. എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും, എനിക്ക് നല്ല സ്പീഡ് ഉണ്ട്, സോ ആദ്യം നോ, യൂസ് സ്ട്രാറ്റജി. നമ്മൾ സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതൊരു ബെനിഫിഷ്യൽ ഉണ്ടാവും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവും. നോക്കിയേ, ഫസ്റ്റ് സ്കാൻ ക്വസ്റ്റ്യൻസ് എക്സെപ്റ്റ് വൊക്കാബ് വേർഡ്സ്. വൊക്കാബ് വേർഡുകളൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് നോക്കണ്ട. അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കി പോവുക. കീവേഡ്സ് റൈറ്റ് ഡൗൺ ചെയ്യുക. ദെൻ സ്കിം പാസേജ് ഇൻ 40 to 50 സെക്കൻഡ്സിനുള്ളിൽ ഓടിച്ചൊന്ന് സ്കിം ചെയ്ത് പോവുക. പാസേജ് എന്ത് ചെയ്യുന്നത്, സ്കിം ചെയ്ത് പോവുക. ക്രിയേറ്റ് മെന്റൽ മാപ്പ് ഫോർ ആൻസർ ഹണ്ടിങ്. എന്നിട്ട് തലയിൽ അത് നമ്മൾ തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ഓൾറെഡി ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ച് അതിന്റെ കീവേഡ്സ് എല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രിബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് വെറുതെ ഒന്ന് ഓടിച്ച് പാസേജ് വായിക്കുന്നത് ഏകദേശം വാക്കുകൾ എവിടെ കണക്ട് ആവുന്നു, മീനിങ് എവിടെ കണക്ട് ആവുന്നു നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ ആണിത്. ഓക്കെ, ദെൻ മെത്തേഡ് 2, ഐഡന്റിഫൈ ദ ടോൺ. എപ്പോഴും പാസേജിന്റെ ടോൺ. ഒരു 22 ടോൺ ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്ക് അറിയാം. ഒരു 25 ടോൺ നമുക്കറിയാം. അത് റീഡിംഗ് കോംപ്രിഹെൻഷൻ വന്നു കഴിഞ്ഞാൽ പല ടോണിലാവാം പാസേജ് ഉണ്ടാവുക. അങ്ങനെ പല ടോണുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടോൺ ആദ്യം മനസ്സിലാക്കാം. ക്രിട്ടിക്കൽ, അതായത് ഡിസഗ്രീസ് ഓർ ക്രിറ്റിസൈസ്. എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ നന്നായിട്ട് വിമർശിക്കുന്ന പോലത്തെ ടോണുള്ള പാസേജുകൾ ഉണ്ടാവാറുണ്ട്. അനലറ്റിക്കൽ, അതായത് കമ്പയർസ് ഓർ ഇവാലുവേറ്റ്സ്. രണ്ട് കാര്യങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി, ഒരു സ്കീമൊക്കെ എഴുതുക. സ്കീമിന്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് പറയുന്ന പോലത്തെ പാസേജുകൾ ഉണ്ടാവാം. അപ്രിഷിയേറ്റീവ്, പ്രൈസസ് ആൻഡ് സപ്പോർട്ട്. ചില ടെക്നോളജിക്കലി ഭയങ്കരമായിട്ടുള്ള ചില എന്താ പറയാ
ഡെവലപ്മെന്റോ അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റോ ഒക്കെ വരുമ്പോൾ അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ യൂസസ് പറഞ്ഞുകൊണ്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് നമുക്ക് കിട്ടാറില്ലേ? അവിടെ നമുക്ക് കാണുന്നത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ടോണുകളായിരിക്കും. ദെൻ ഒബ്ജക്റ്റീവ്, വളരെ ന്യൂട്രൽ ആയിട്ട് ഫാക്ടുകൾ മാത്രം പറയുന്ന പോലത്തെ പാസേജുകളും നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഏത് ടോണാണ് നമ്മുടെ തന്നിരിക്കുന്ന പാസേജിനുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ബ്ലോക്ക് റീഡിംഗ് സ്ട്രാറ്റജി. ബ്ലോക്ക് റീഡിംഗ് സ്ട്രാറ്റജി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി, മെന്റലി ഡിവൈഡ് പാസേജ് ഇൻടു ബ്ലോക്സ്. ഒരു വലിയ പാസേജ് തന്നു, ഒറ്റ ഇരുപ്പിനത് വായിക്കാതെ അതിന് 4ആയിട്ട് നിങ്ങൾ തന്നെ മനസ്സിൽ ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുക, ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് കുഞ്ഞു 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 ബ്ലോക്ക് ആയിട്ട് അതിനെ പ്രോപ്പറായിട്ട് വായിക്കാം, അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആസ്ക് വാട്ട് ഇസ് ദ മെയിൻ ഐഡിയ ഓഫ് ഈച്ച്. ഓരോ ബ്ലോക്കിലും എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ അപ്പം തന്നെ ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെ സൈഡിൽ ഒരു പേപ്പറും പേനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. നിങ്ങൾ തന്നെ ഓക്കെ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്ന ഇതാണ്, സെക്കൻഡ് ബ്ലോക്കിൽ പറയുന്ന ഇതാണെന്ന് നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്യാം. ഒരുപാട് ടൈം എടുത്തിരുന്നല്ല ഞാൻ പറഞ്ഞാൽ സ്ക്രിബിൾ ചെയ്ത് വെക്കാം. ദെൻ റിട്ടേൺ ഐഡിയാസ് ഈസിലി ഫോർ ഫാസ്റ്റ് ആൻസറിങ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഒരു പാസേജിൽ നിങ്ങൾ 4 ബ്ലോക്ക് ആക്കിയെങ്കിൽ 4 ബ്ലോക്കിലൊക്കെ ഒന്നിൽ കോസ് ആണ്, ഒന്നിൽ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒന്നിൽ അതിന്റെ മെറിറ്റ് ആണ്, ഒന്നിൽ അതിന്റെ ഡിമെറിറ്റ് ആണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഏത് ബ്ലോക്കിലുണ്ടെന്ന് പെട്ടെന്ന് റീറ്റെയിൻ ചെയ്തെടുക്കാനും പെട്ടെന്ന് അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ, സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ബ്ലോക്ക് റീഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇനി ബാക്ക് റെഫറൻസിങ്. ബാക്ക് റെഫറൻസ് വെച്ചാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്ത് മാറ്റി മാറ്റി നോക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഫോർ ഫാക്ട് ബേസ്ഡ് ക്യൂസ് ഫൈൻഡ് കീവേഡ്സ്. കീവേഡ്സ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ കീവേഡ്സ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ കീവേഡ്സ് നമ്മൾ പാസേജിൽ ഓരോ ബ്ലോക്കിൽ എവിടെയാണുള്ളത് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ പെട്ടെന്ന് പോയി നോക്കിയാൽ റീഡ് 1-2 ലൈൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതായത് തന്നിരിക്കുന്ന ആ കീവേഡ്, ക്വസ്റ്റ്യനിൽ ഒരു വേർഡ് ഉണ്ട്, ക്വസ്റ്റ്യൻ അറ്റ്മോസ്ഫിയർ എന്നുണ്ട്, അതാണ് നമ്മുടെ കീവേഡ്. പാസേജിൽ അറ്റ്മോസ്ഫിയർ എന്ന കീവേഡ് കിടക്കുന്ന സ്ഥലത്ത് വരാം, അതിന്റെ മുന്നിലുള്ള ലൈനും അതിന് ശേഷമുള്ള ലൈനും ഒന്ന് ഓടിച്ച് വായിക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ആൻസർ കൃത്യമായിട്ട് കിട്ടും. അവോയ്ഡ് ഗസ്സിംഗ്, ഇംപ്രൂവ് ആക്യുറസി. ഗസ്സിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. നമ്മുടെ ആക്യുറസി കൂട്ടാനായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി പ്ലേസ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ. ഓക്കെ, ദെൻ മെത്തേഡ് 5, വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഡോണ്ട് യൂസ് ഡിക്ഷണറി മീനിങ്. ഡിക്ഷണറി മീനിങ് അല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളൊരു വാക്ക് കണ്ടാൽ ആ വാക്കിൽ ഡിക്ഷണറി ഇതാണ് മീനിങ്, അതായിരിക്കും ഇവിടുത്തെ മീനിങ്. നോ, സെന്റൻസിൽ അത് യൂസ് ചെയ്തപ്പോൾ അതിന് എന്ത് മീനിങ് ആണോ വന്നത് ആ രീതിയിൽ ഉപയോഗിക്കുക. കാരണം ചില ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ ക്ലാസ്സിലും പറയാറുണ്ട്, അവർക്ക് പല ഗ്രാമർ എലമെന്റ്സ് ഉണ്ടാവും, അതിനനുസരിച്ച് അവരുടെ മീനിങ്ങുകൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയാണോ അത് ഉപയോഗിക്കുന്നത്, ദ വേർഡ് വിൽ ഹാവ് ദി മീനിങ് അക്കോർഡിംഗ് ടു ദ സെന്റൻസ് നീഡ് ആൻഡ് മൂഡ് എന്നാണ്. സെന്റൻസിന്റെ നീഡും ആ സെന്റൻസിന്റെ മൂഡും അനുസരിച്ചായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്ന വേർഡിന്റെ മീനിങ് വരുന്നത്. അതുകൊണ്ട് ഡിക്ഷണറി മീനിങ്ങിലേക്ക് പോകാതെ സെന്റൻസിലെ മീനിങ് തന്നെ ആയിരിക്കണം വൊക്കാബിന്റെ മീനിങ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. റീഡ് ഹോൾ സെന്റൻസ് ഓഫ് ദ വേർഡ്. വേർഡ് കൊടുത്തേക്കുന്ന ആ വേർഡ് മാത്രം, അതിന്റെ അപ്പുറവും ഇപ്പുറവും മാത്രം വായിക്കാതെ ആ വേർഡ് കൊടുത്തേക്കുന്ന ഹോൾ സെന്റൻസ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം. യൂസ് ലോജിക് ടു ഫിറ്റ് കറക്റ്റ് മീനിങ്. ലോജിക് ഉപയോഗിച്ച് കറക്റ്റ് മീനിങ് കണ്ടുപിടിക്കുക. ആൻഡ് കൈൻഡ് ഓഫ് എലിമിനേഷൻ ടെക്നിക്ക് വൊക്കാബിന്റെ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ എലിമിനേഷൻ സ്ട്രാറ്റജി. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. എലിമിനേഷൻ സ്ട്രാറ്റജിയാണ് ഏറ്റവും എളുപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പ്രോസസ്. ഓക്കെ, റിമൂവ് എക്സ്ട്രീം, ബ്രോഡ്, നാരോ ഓപ്ഷൻസ്. ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസും ഒരിക്കലും ആൻസർ ആവില്ല. അങ്ങനെയുള്ള നമുക്ക് മൊത്തത്തിൽ മാറ്റാം. എപ്പോഴും ഒരു ന്യൂട്രൽ ടോണിലുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ബ്രോഡ് ആയിട്ടുള്ള, നാരോ ആയിട്ടുള്ള, എക്സ്ട്രീം ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ടോണും ഫാക്റ്റും മാച്ച് ചെയ്ത് വരുന്ന ഓപ്ഷൻസിലേക്ക് എത്താനായിട്ട്, അങ്ങനെ ടോണും ഫാക്റ്റും മാച്ച് ചെയ്യാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. പിന്നെ ട്രാപ്പ് വേർഡ്സ് ലൈക്ക് ഓൾവേസ്, നെവർ, ഇങ്ങനെയുള്ളതൊക്കെ ട്രാപ്പ് വേർഡ്സ് എന്നറിയപ്പെടുന്ന വേർഡ്സ് ആണ്. അപ്പോൾ എന്താണ് ട്രാപ്പ് വേർഡ്സ് എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്യുന്നുണ്ട്. ട്രാപ്പ് വേർഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ് നമ്മൾ സൂക്ഷിക്കണം, ഏതൊക്കെ വേർഡ് വന്നാൽ ഇങ്ങനെയായിരിക്കും ആൻസർ, ഏതൊക്കെ വേർഡ് വന്നാൽ ഇങ്ങനെയായിരിക്കും ആൻസർ എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ട്രാപ്പ് വേർഡ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്കും എളുപ്പമായല്ലോ. എലിമിനേഷൻ ടെക്നിക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു എന്താ പറയുക, കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ക്വാളിറ്റി കൂടും. നിങ്ങളുടെ ആൻസറിന്റെ ക്വാളിറ്റി കൂടും. ആക്ച്വലി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിൽ എത്താനും നിങ്ങൾ കറക്റ്റ് ആൻസർ കൊടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ടൈം മാനേജ്മെന്റ്. ദാറ്റ് ഈസ് ദ ക്രൂഷ്യൽ പാർട്ട്. ആർട്സിൽ ഏറ്റവും ക്രൂഷ്യൽ പാർട്ടാണ് ടൈം മാനേജ്മെന്റ്. ടാർഗറ്റ് 5 to 7 minutes പെർ RC. ഓരോ RCക്കും 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്. ലൈക്ക് നിങ്ങൾ 7 മിനിറ്റ് എന്ന് ഞാൻ കൊടുത്തേക്കുന്നത്, നിങ്ങൾ മാക്സിമം 5 മിനിറ്റ് ടാർഗറ്റ് പോവുക. ഞാൻ ചില പാസേജ് അത്യാവശ്യം വലുതായിരിക്കുന്നുണ്ടാണ് ഞാൻ 7 കൂടെ കൊടുത്തതോടെ 5 മുതൽ 7 മിനിറ്റ് വരെ.
എന്നാലും ചെറിയ പാസേജ് ആണെങ്കിൽ 5 മിനിറ്റിൽ ഒതുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം വലുതാണെങ്കിൽ ഓക്കെ 7 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് പോകരുത്. ഒരു RC എപ്പോഴും അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഫോക്കസ് ഓൺ അക്യൂറസി നോട്ട് സ്പീഡ്. പ്രിലിംസിന്റെ കാര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. മെയിൻസിന്റെ കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ സ്പീഡിനല്ല, നിങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സ് അക്യൂറേറ്റ് ആയിരിക്കണം എന്നതിൽ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളൊരു 10 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10ഉം കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ 10ഉം അറ്റൻഡ് ചെയ്യണം, സ്പീഡിൽ 10ഉം അറ്റൻഡ് ചെയ്യണം എന്നല്ല വിചാരിക്കണം. അപ്പൊ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. നിങ്ങൾ കൊടുക്കുന്ന 5 ചോദ്യങ്ങൾ ആ 5ഉം കൃത്യമായ ഉത്തരമായിരിക്കണം, അത് തെറ്റാൻ പാടില്ല, അതിന് നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ല. 10 അറ്റൻഡ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കൊടുക്കുന്ന 5 ചോദ്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ പറ്റണം എന്നതാണ് മെയിൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈസി ക്വസ്റ്റ്യൻസ്, ഫാക്ട്സ്, വൊക്കാബ് ഫസ്റ്റ്. എപ്പോഴും ഫാക്ച്വൽ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ടൈം ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ആർസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മീനിങ് വൈസ് ഉള്ള വൊക്കാബ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നല്ലോണം കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഫാക്ച്വൽ, യൂസ് ബാക്ക് റെഫറൻസ്. ഫാക്ച്വൽ ആയിട്ടുള്ള RC ആണ് വരുന്നതെങ്കിൽ ബാക്ക് റെഫറൻസിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഇൻഫറൻസ് ബേസ്ഡ് ആണെങ്കിൽ ലോജിക്കലി ചിന്തിച്ച്, ഇൻഫറൻസ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇൻഫറൻസ്, ഈ പാസേജിന്റെ ഇൻഫറൻസ് എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ലോജിക്കലി ചിന്തിച്ച് തന്നെ കൊടുക്കുക. അക്കോർഡിംഗ് ടു ദ എവിഡൻസ്, നിങ്ങൾക്ക് പാസേജിൽ നിന്ന് വായിച്ചു കിട്ടിയ എവിഡൻസ് വച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടോണും തീമും ചോദിക്കുമ്പോൾ മൂഡ് ആൻഡ് ഒപ്പീനിയൻ, എന്താണ് ടോട്ടലി നമ്മുടെ പാസേജിന്റെ മൂഡ് ആൻഡ് ഒപ്പീനിയൻ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. വൊക്കാബ് വന്നാൽ കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടൈറ്റിൽ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നോക്കിയിട്ട് വേണം ടൈറ്റിൽ കൊടുക്കാൻ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നോക്കി ടൈറ്റിൽ കൊടുക്കണം. വൊക്കാബ് ചോദിച്ചാൽ കോണ്ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടോണും തീമും ചോദിച്ചാൽ മൂഡ് അല്ലെങ്കിൽ സെൻസിന്റെ ഒപ്പീനിയൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻഫറൻസ് ആണെങ്കിൽ ലോജിക്കലി ചിന്തിച്ച് കൊടുക്കുക. ഫാക്ച്വൽ ആണെങ്കിൽ ബാക്ക് റെഫറൻസ് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓടി തിരിച്ചൊന്ന് പാസേജിലേക്ക് വന്നിട്ട് കീവേഡ് കണക്ട് ചെയ്തിട്ടോ നോക്കിയിട്ട് ആൻസർ കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ടെക്നിക്സ്. ഇങ്ങനെ വേണം അറ്റൻഡ് ചെയ്യാൻ ക്വസ്റ്റ്യൻസിന്. പിന്നെ ഡെയിലി നമുക്ക് എങ്ങനെ RC പ്രാക്ടീസ് ചെയ്യാം? സിമ്പിൾ. റീഡ് 1 എഡിറ്റോറിയൽ, ഹിന്ദു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യന്നോ ഇന്ത്യൻ എക്സ്പ്രസ് എന്നോ എവിടെ നിന്നാണെങ്കിലും ഇന്ത്യന്നോ ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. ഒരു എഡിറ്റോറിയൽ വായിക്കാം. ഒരു RC സെറ്റ്, പഴയ ഏതെങ്കിലും പേപ്പർ എടുത്തിട്ട് ഒരു RC സെറ്റ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വൊക്കാബും 1 ലൈൻ സമ്മറിയും, എപ്പോഴും നിങ്ങൾ എടുക്കുന്ന പാസേജിന്റെ ഒരു 1 ലൈൻ സമ്മറി എഴുതുക. അതിനകത്ത് കിട്ടിയ ഡിഫിക്കൽട്ട് വൊക്കാബോടെ നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ RC എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഇങ്ങനെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ എന്താണ് ഇനി അടുത്തത്? ഞാൻ എന്തുകൊണ്ട് ലാസ്റ്റ് ഒരു പ്ലെയിൻ സ്ലൈഡ് ഇട്ടു. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ബേസിക് ട്രിക്കുകളും ബേസിക് മെത്തേഡുകളുമാണ്. ഇനിയാണ് നമ്മൾ ശരിക്കുള്ളൊരു ചോദ്യം വെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പാരാജമ്പിളിന്റെ ട്രിക്കുകൾ മുഴുവൻ പറഞ്ഞിട്ട് ഒരു സീക്രട്ട് മെത്തേഡ് ഉണ്ടെന്നും അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ട്രിക്കുകളാണ് ആസിലെ കാലത്ത് ഞാൻ പറഞ്ഞത്. സോ ഇതേ ട്രിക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്പീഡ് ചെയ്യാൻ പറ്റുന്ന, ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി RC ക്വസ്റ്റനുമായിട്ട് വന്നിട്ട് അതിൽ നമുക്ക് ഈ ട്രിക്ക് എല്ലാം അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ.